കൊണ്ടുപോയപ്പോൾ സ്വർണ്ണപ്പാളി, ചെന്നൈയിലെത്തിയപ്പോൾ ചെമ്പ് പാളി. ഈ മാജിക് എങ്ങനെ നടന്നു? ഞാൻ ശ്രീ കനകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കുന്നേ, അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്, ഏത് കോടീശ്വരനാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാല വിഗ്രഹം വിറ്റിരിക്കുന്നതെന്ന് അങ്ങ് പറയുന്നത്? പറയട്ടെ, അറിയാവുന്നവരോട് ചോദിക്കാൻ പറ്റുള്ളൂ. Well, the good news is that Kerala stories, the halls seem to be empty and nobody's really watching it. And it shows you that there are people, the majority of this country have an understanding of what's what, have an understanding of what Kerala is and Kerala's traditions and cultures. You're absolutely correct. Movies, TV, media has been weaponized. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടുക്കി കുട്ടിക്കാനത്തെ ഗ്ലെൻമേരി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുമായി സംസാരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾക്കൊപ്പം രാഹുൽ അവർ പണിയെടുക്കുന്ന സ്ഥലത്തിറങ്ങുന്നു, അവരോട് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ്. വിതിനം ദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. വിതിൻ, ഡീൻ കുര്യാക്കോസ്, കെ സി വേണുഗോപാൽ അടക്കമുള്ളവരെ നമുക്ക് കാണാൻ. പറയൂ വിവരങ്ങൾ. പിജി, ഇന്നലെ കുട്ടിക്കാനം മരിയൻ കോളേജിലെ പരിപാടിക്ക്, വിദ്യാർത്ഥികളുമായുള്ള സംവാദ പരിപാടിക്ക് വേണ്ടി എത്തിയതാണ് രാഹുൽ ഗാന്ധി. അതിനുശേഷം പാമ്പനാറുള്ള ഒരു റിസോർട്ടിലായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശിവഗിരിമഠത്തിനൊപ്പം പൊതുയോഗ യാത്രയുടെ പരിപാടിക്കും വേണ്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ ഹെലികോപ്റ്ററിൽ കയറാനായി കുട്ടിക്കാനം കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഗ്ലെൻമേരിയിൽ ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ, ഇവിടെ രാവിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തോട്ടം തൊഴിലാളികളെ കണ്ട് ഇവിടേക്ക് വാഹനം നിർത്തിയിരിക്കുന്നത്. 50-ലധികം തൊഴിലാളികൾ ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരുമായി ഇപ്പോൾ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൊഴിലാളികൾക്കടക്കം വലിയൊരു ആകാംക്ഷയോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനെ കണ്ടിട്ടുള്ളത്. ഇന്നലെ മുതൽ വിവിധ ആളുകൾ പല സമയങ്ങളിലായി രാഹുൽ ഗാന്ധിയെ കാണാനും ഒക്കെയായി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നടന്നിരുന്നില്ല. ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്തോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തോ രാഹുലിന്റെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ ഒന്നും തന്നെ ആയിരുന്നില്ല. വളരെ യാദൃച്ഛികമായി ഇതുവഴിയും കടന്നു പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധി തോട്ടം തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിയത്. നിലവിലിപ്പോൾ ഈ തൊഴിലാളികളുമായി അവരുടെ വിവിധ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ സി വേണുഗോപാലും ഒപ്പം ഡീൻ കുര്യാക്കോസും ഇന്നലെ മുതൽ ഇരുവരും രാഹുൽ ഗാന്ധിക്ക്. ഈ പൊതുയോഗ യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കണം. പുതിയ കേരള മോഡലിന് ലഭിച്ച അംഗീകാരം, യാത്ര നെഞ്ചേറ്റിയ കേരള ജനതയ്ക്ക് നിറകണ്ണുകളോടെ നന്ദി പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച സതീശൻ തകർന്നടിഞ്ഞ കേരളത്തെ UDF കൈപിടിച്ചുയർത്തും എന്ന വാഗ്ദാനമാണ് സമാപന വേദിയിൽ നൽകിയത്. ഈ നാടിന് മുഴുവൻ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി UDF വരികയാണ്. പോരാളികളെ പോലെ നമ്മളെല്ലാവരും, വേദിയിൽ ഇരിക്കുന്നവരും നിങ്ങളും, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ UDF ആവർത്തിച്ചു പറയാറുള്ളത് പോലെ വെറും UDF അല്ല, ടീം UDF. നമ്മളെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു.